ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും തയ്ക്കാൻ പറ്റുന്ന ചുരിദാർ കട്ട് മോഡലുള്ളൊരു നൈറ്റിയാണ്. നമ്മൾ സിമ്പിളായിട്ടാണ് തയ്ച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ തുണീനെ 4ആയിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ മെഷർമെൻറ്റ് നമ്മുടെ ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്ത് ആദ്യം എടുക്കുക. നിങ്ങളുടെ ലെങ്ത്തിനെക്കാട്ടും 1 ഇഞ്ച് തുന്നാനായിട്ട് എക്സ്ട്രാ വിട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ തുണി 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ലെങ്ത്തിനനുസരിച്ചാണ് ഞാനിവിടെ മടക്കിയിട്ടിട്ടുള്ളത് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമ്മുടെ ആംഹോളും അതുപോലെ തന്നെ ഷോൾഡറും നെക്കും കൂടി 8 ഇഞ്ചാണ്. അതുപോലെ തന്നെ ആംഹോളും 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഫ്രണ്ട് നെക്കിലത്തെ നീളം 6 ഇഞ്ചും ബാക്കിലേക്ക് 3 ഇഞ്ചുമാണ്. പിന്നെ നമ്മുടെ ചെസ്റ്റിൻ്റെ സൈസ് 12 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുന്ന് ഷേപ്പ് ചെയ്ത് വരുന്ന ഭാഗത്ത് 10 ഇഞ്ചും പ്ലസ് 1.5 ഇഞ്ച് സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയിൽ നമ്മളോട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടുള്ള സമയത്ത് നമുക്ക് ഫ്രീ ആയിട്ടും കംഫർട്ടബിളായിട്ടും ഇടാൻ പറ്റുന്ന നല്ലൊരു ഡ്രസ്സാണ് നൈറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാവരും ഈ ചൂട് സമയത്ത് നല്ലപോലെ ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക. വെള്ളം പോലത്തെ ആഹാരങ്ങൾ കൂടുതൽ എടുക്കുക. കോട്ടൺ ഡ്രസ്സസ് വിയർ ചെയ്യുക. അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ വിയർ ചെയ്യാം. അപ്പോൾ ഈ ചൂടുകാലം ഇതാന്ന് പറയുമ്പോഴേക്കും കഴിയാറായി. എങ്കിലും ആ ചൂട് ഇപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ലെവലിലേക്ക് ആയിട്ടുണ്ട്. കട്ടിങ് തുടങ്ങി. അപ്പോൾ ഇത് നമ്മൾ ആം ഹോൾ ആദ്യമായിട്ട് കട്ട് ചെയ്തു. ഇനി നമ്മുടെ നെക്കാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഈക്വൽ ആയിട്ട് വെച്ചിട്ട് ആദ്യം ബാക്ക് നെക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഫ്രണ്ട് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ കട്ടിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ ആം ഹോള് നമ്മുടെ സ്ലീവിനെ മടക്കി വെച്ച് തുണിയുടെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ്. ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന മെത്തേഡും അത് തന്നെയാണ്. അപ്പോൾ അതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കണ്ടൻസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മുടെ ആം ഹോളിലും അതുപോലെ തന്നെ സ്ലീവിലും തന്നെ നമുക്ക് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡർ ഒന്ന് ചെരിച്ച് വെട്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റിച്ചിങ്ങിലേക്ക് കടന്നു. ആദ്യമായിട്ട് ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. ബാക്ക് നെക്കാണ് അടിച്ചു കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഒന്ന് പതിച്ചടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മടക്കുന്നത്. ഇങ്ങനെ പതിച്ചടിച്ചിട്ട് വീണ്ടും മടക്കുമ്പോൾ നല്ല ഭംഗിയിൽ മടങ്ങി വരും കേട്ടോ. ഇനി നമ്മുടെ ഫ്രണ്ട് നെക്കാണ്. ഫ്രണ്ട് നെക്കിലും ഒരു പീസ് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് മടക്കി അടിക്കുന്നേക്കാളും മുന്നേ ആദ്യം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ മടക്കി അടിക്കുന്നത്. അപ്പോൾ അതേ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മടക്കി അടിക്കുമ്പോൾ നെക്ക് വളരെ ഫിനിഷിങ്ങിൽ വരും. ആ ഷോൾഡറിൻ്റെ അവിടെ ഉള്ളതായ എഡ്ജസ് ഒന്നും പുറമെ വരാതെ നല്ല ഭംഗിയിൽ കിട്ടും. എന്നിട്ട് ഇതേ നമ്മുടെ സ്ലീവ്സാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. സ്ലീവ്സ് നടുഭാഗത്തുനിന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ നമുക്കിവിടെ സ്ലീവ്സ് അറ്റാച്ച് ചെയ്തപ്പോൾ നമ്മുടെ സ്ലീവ്സിന് ഒരു പൊടി ലെങ്ത്ത് കുറവുള്ളതെന്ന് തോന്നി. വീണ്ടും അത് മടക്കി കഴിഞ്ഞൊന്നും കൂടി ലെങ്ത്ത് കുറയും. അപ്പോൾ
നമ്മൾ എന്ത് ചെയ്തു, ഒരു ചെറിയൊരു പീസ് ഏറ്റവും അറ്റത്തൊരു പൈപ്പിംഗ് പോലെ വെച്ചിട്ടാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് കുറഞ്ഞു പോയി. അപ്പോൾ നമ്മളത് ബുദ്ധിപൂർവ്വം ഒരു പീസ് വെച്ചിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ തെറ്റുകൾ നമുക്ക് പറ്റുമ്പോഴും അത് ഹാൻഡിൽ ചെയ്യാനുള്ള മെൻറ്റാലിറ്റി ഉണ്ടായാൽ മതി. നമ്മൾ എല്ലാം അടിപൊളിയായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഫൈനലായിട്ട് നമ്മുടെ സൈഡും കൂടി ജോയിൻ ചെയ്തിട്ട് അടിഭാഗം ഒന്ന് മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സമ്മറിന് ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളതായൊരു നൈറ്റിയാണ് നമ്മളിവിടെ തയ്ച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വേഗം തയ്ച്ചെടുക്കാൻ പറ്റുന്ന സിമ്പിൾ മോഡലാണ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിലിരുന്ന ഡ്രസ്സാണ്, അത്രയും പെർഫെക്ഷൻ്റെ ആവശ്യമില്ല. ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.